Okay, good afternoon. Please mark your attendance. Vasudev, please turn on your video. Can you see this? Can you see this? Yes, you can start exam. First one, choose the correct answer. Second, match the following. Okay, you can write the text on your MS notebook. You have to write questions also. Clear? Question എഴുതണം ആൻസർ കൊണ്ടും എഴുതണം കാരണം നെക്സ്റ്റ് എക്സാമിന് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതാരാണ്? ജസ്റ്റസ് പ്ലീസ് ടേൺ ഓൺ വീഡിയോ. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നില്ല. ഇപ്പൊ മിസ്. Pedal of a bicycle. Yes. Pedal of a bicycle in motion is an example for straight line motion, circular motion, periodic motion. Pedal of a bicycle in motion is an example. Question നിങ്ങൾ യെസ് എഴുതണം, എന്നിട്ട് ആൻസർ എഴുതാം. ഓപ്ഷൻസ് എഴുതണ്ട. റൈറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ആൻസർ. MS നോട്ട്ബുക്കിൽ അത് നിങ്ങൾ അത് അല്ല ഈ ക്വസ്റ്റ്യൻ സൂം ചെയ്തോട്ടെ. എന്തോ ക്വസ്റ്റ്യൻ എഴുതാൻ എന്താ ബുദ്ധിമുട്ട്? അല്ല ബുദ്ധിമുട്ടല്ല മിസ്സേ, അത് കണ്ണ് ചെറുതായിട്ടൊരു മങ്ങല് പോലെ. പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോ എന്താ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഇത് ക്ലാസ് ടെസ്റ്റ് അല്ലേ, ഇനി ഒരു എക്സാം വരുന്നില്ലേ? മിസ്സേ ഞാൻ നമ്പർ ഇട്ടിട്ട് എഴുതിപ്പോയി, ഞാൻ ക്വസ്റ്റ്യൻ എഴുതാൻ മറന്നു. നിങ്ങളെ കുറേ പരിപാടി നടത്താനുണ്ട്, നിങ്ങളെ ശരിയാക്കി ഒന്ന് എടുക്കണമെങ്കിൽ. വേണ്ട വേണം മടിയന്മാരെ, നിങ്ങളെ മടിക്ക് ഞാൻ വിടൂല. വേണം, കമ്പൽസറി ആയിട്ട് ക്വസ്റ്റ്യൻ എഴുതണം. നിങ്ങളെ മടി ഞാൻ മാറ്റിത്തരാം. അർജുൻ കേട്ടോ? മിസ് സെക്കൻഡ് വൺ ഒന്ന് വായിച്ചു തരുമോ? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം. Okay, distance covered by an object in a unit time. Uniform motion, speed, graph. Distance covered by an object in unit time. That is uniform motion, speed or graph. മിസ്സേ മൂന്നാമത്തെ ഒന്ന് വായിച്ചു തരുമോ? Time taken by a pendulum to complete one oscillation. Time period, bob, speed. Time taken by a pendulum to complete one oscillation. Time period ആണോ, ബോബ് ആണോ, സ്പീഡ് ആണോ?
മിസ്സേ ആ പെൻഡുലം അല്ല അല്ല എന്ത് പറ്റി? ഈസ് ദർ എനി അല്ല പ്രോബ്ലം? ഞാൻ മെറ്റാലിക് ബോൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ച് വേറെ ക്വസ്റ്റ്യൻ ആണെന്ന്, പിന്നെ ആ പെൻഡുലം വേറെ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ വിചാരിച്ചു. അല്ലല്ല, ടൈം ടേക്കൺ ബൈ എ പെൻഡുലം ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ, ദാറ്റ് ഈസ് ടൈം പീരിയഡ്, ബോബ്, സ്പീഡ്. മിസ്സേ 3 കഴിഞ്ഞു. അഞ്ചാമത്തെ ഇനി ഫോർത്ത് ഫിഫ്ത്ത് വന്നത് അത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് മാച്ച് ദ ഫോളോയിങ് കഴിഞ്ഞു, 3 കഴിഞ്ഞു. സിംഗിൾ പെൻഡുലം, അതിന്റെ ശരിയായ ആൻസർ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണോ, പീരിയോഡിക് ഇതാണോ, പിന്നെ മിസ്സേ മാച്ച് ദ ഫോളോയിങ് 4-മത്തെ ഉണ്ടോ? ഞാൻ വരുന്നത് ഇതൊന്ന് അത് മാറ്റട്ടെ. നിങ്ങളുടെ ഫോട്ടോസ് അവിടെ ഉള്ളത് കൊണ്ട് അത് റോൾ ചെയ്യാൻ പറ്റുന്നില്ല. മിസ് ഈ 3-മത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡൗട്ട് ഉണ്ട്. Okay, simple pendulum, metallic ball of a pendulum, basic unit of motion. Simple pendulum, metallic ball of a pendulum, basic unit of motion. Meter per second, periodic motion. മിസ് മാച്ച് ദി ഫോളോയിങ്. Match the following. ഒന്നാമത്തെ സിമ്പിൾ പെൻഡുലം. ഓക്കെ, രണ്ടാമത്തെ മെറ്റാലിക് ബോൾ ഓഫ് എ പെൻഡുലം, മൂന്നാമത്തേത് ദ ബേസിക് യൂണിറ്റ് ഓഫ് മോഷൻ. ഓപ്ഷൻസ് ആർ മീറ്റർ പെർ സെക്കൻഡ് ആണോ, പീരിയോഡിക് മോഷൻ ഉണ്ട്, ബോബ് ഉണ്ട്. അതിലേതാണ്? സിമ്പിൾ പെൻഡുലം മീറ്റർ പെർ സെക്കൻഡ് ആണോ, പീരിയോഡിക് മോഷൻ ആണോ, ബോബ് ആണോ? മെറ്റാലിക് ബോൾ ഓഫ് എ പെൻഡുലം മീറ്റർ പെർ സെക്കൻഡ് ആണോ, പീരിയോഡിക് മോഷൻ ആണോ, ബോബ് ആണോ? ഏതാ കറക്റ്റ് എഴുതിക്കോളാം. അത് എഴുതുക, ഒരെണ്ണം എഴുതുക, സിമ്പിൾ പെൻഡുലം എഴുതുക. ഈ 3 ഏതാ ശരിയെങ്കിൽ അതെടുത്ത് എഴുതിക്കോളാം. മിസ് ഫോർത്ത് ഒന്ന് വായിച്ചിരുവാ. പിന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ ടൈം ഡിസ്റ്റൻസ് ചാർട്ട് ഈസ് എ ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്, പൈ ചാർട്ട്. ടൈം ഡിസ്റ്റൻസ് ചാർട്ട് നമ്മൾ വരച്ചില്ലേ, അത് ലൈൻ ഗ്രാഫ് ആണോ, ബാർ ഗ്രാഫ് ആണോ, പൈ ചാർട്ട് ആണോ? നമ്മുടെ ചിത്രത്തിൽ കണ്ടില്ലേ, അത് ലൈൻ ഗ്രാഫ് ആണോ, ബാർ ഗ്രാഫ് ആണോ, പൈ ചാർട്ട് ആണോ? മിസ് ഈ ക്വസ്റ്റ്യൻ ആൻസറിനകത്തെ ഇതെങ്ങനെയാ കിട്ടുന്നതിനുള്ള വേ ചെയ്യണോ? അതും വേണം. A simple pendulum takes 32 seconds to complete 20 oscillations. What is the time period of the pendulum? Time period എങ്ങനെയാ കാണുന്നത്? ഇക്വേഷൻ മിസ് എഴുതുന്നില്ലേ? ആ ഇക്വേഷൻ എഴുതുക, അതിനനുസരിച്ച് ചെയ്യുക, കേട്ടോ. ഹരിനന്ദിനൊരു ഡൗട്ട് ഉണ്ടല്ലോ, എന്തോ ഒരു ഡൗട്ട് കാണുന്നുണ്ടല്ലോ ഹരിനന്ദേ. അല്ല അത് പെട്ടെന്ന് ഹരിക്കണ്ടേ, അത് നോക്കിയെന്ന്. ഇത്ര എന്നാ ചെയ്യണ്ട. ഹരിച്ചോ, വളരെ സിമ്പിൾ ഹരണമല്ലേ. അർജുൻ കിട്ടുന്നുണ്ടോ മോനെ? മിസ് മാച്ച് ദ ഫോളോയിങ് ഒന്ന് വായിച്ചു. ഫസ്റ്റ് വൺ സിമ്പിൾ പെൻഡുലം. അതിന് മാച്ച് ചെയ്യുന്നത് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണോ, പീരിയോഡിക് മോഷൻ ആണോ, ബോബ് ആണോ? സിമ്പിൾ പെൻഡുലം
മെറ്റാലിക് ബോൾ ഓഫ് എ പെൻഡുലം അതിന് പറയുന്ന പേരെന്താ? മെറ്റാലിക് ബോൾ ഓഫ് എ പെൻഡുലത്തിന് പറയുന്ന പേരെന്താ? മിസ്സേ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണേ ഇല്ലു. രണ്ടെണ്ണേ ഉള്ളൂ. മിസ് എഴുതാൻ നേരെ നേരെ എഴുതണോ അതോ മാച്ച് ചെയ്യണോ? ക്വസ്റ്റ്യൻ എഴുതുക, അത് ഹൈഫൺ ഇടുക, ശരിയായ ഉത്തരം എഴുതുക. മിസ്സേ 9 ക്വസ്റ്റ്യനിലായില്ലു. എന്തോ 9 ക്വസ്റ്റ്യനിലായില്ലു. കഴിഞ്ഞോ? അല്ല 9 എണ്ണല്ലേ ആയില്ലു. 9 questions are there. അല്ല 10 ഉണ്ട് മിസ് പറഞ്ഞില്ലേ? 10 ഉണ്ടാക്കുന്നതല്ല, അത് കുഴപ്പമില്ല, നമുക്ക് ഇതിന് കുറച്ച് മാർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഈ 1 to 4, 1 to 3 have 2 marks each. That is 2 into 7, 40. Then remaining 6 marks. This 2 has 3 marks each. Okay. One question carries 3 marks. Then total 20. ഈ പേര് മൊത്തം എക്സാം എഴുതാം. എന്തോ ഈ പേര് മൊത്തം എക്സാം ആണോ? എടുത്തോ. മിസ് ആൻസർ ദ ഫോളോയിങ്ങിന്റെ ക്വസ്റ്റ്യൻ എഴുതണോ? വേണ്ട വേണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതാൻ ഭയങ്കര മടിയല്ലേടാ മടിയന്മാരെ. ഇത്രയും കഷ്ടപ്പെട്ട് ആ വലിയ ചോദ്യം മൊത്തം എഴുതി എന്നിട്ടാണോ? എടാ ഞാൻ പരീക്ഷ പേപ്പർ മൊത്തം അത് എന്തുകൊണ്ടാ മിസ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഇനി നിങ്ങൾ ഇപ്പം നമ്മൾ റിവിഷൻ പോലെ ഒരു ക്ലാസ് ടെസ്റ്റ് അല്ലേ നടത്തുന്നേ, മെയിൻ എക്സാം വരുന്നില്ലേ, അപ്പോൾ നിങ്ങൾ അതിനും പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പാകും ഇത്. ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ ആൻസർ എഴുതി നിങ്ങൾക്കൊരു ഹെൽപ്പാകും. അല്ലാതെ ആൻസർ മാത്രം എഴുതിയിട്ടാൽ ഏത് ക്വസ്റ്റ്യൻ എഴുതാൻ നമ്മൾ തപ്പാൻ പോവില്ലേ? അത് പഠിത്തത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അല്ല മിസ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് വൺ, സിമ്പിൾ പെൻഡുലം takes 32 seconds to complete 20 oscillations. What is the time period of the pendulum? So you have to find time period. Then a car moves with a speed of 40 km per hour for 15 minutes and then with a speed of 60 km per hour for the next 15 minutes. The total distance covered by the car. Okay. ഫിസിൽ മാസം ഉണ്ടാ? എന്താ ജസ്റ്റസിന് അത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നല്ലോ, എവിടോ ക്ലിക്കായിപ്പോയി. എല്ലാം ജസ്റ്റസേ പനി പിടുത്തതോടെ പഠിത്തതെല്ലാം മറന്നു പോയെന്ന് തോന്നുന്നല്ലോ. ക്വസ്റ്റ്യൻ ആൻസറിൽ കണക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അല്ലേ? ഫസ്റ്റ് വണ്ണത്തിന്റെ കുറച്ച് ടഫ്. ഫസ്റ്റ് ആടാ സിമ്പിള്, രണ്ടും സിമ്പിളാ. ഫസ്റ്റ് പുഷ്പം പോലെ ചെയ്ത് സെക്കൻഡ് പെട്ട്. ഫസ്റ്റ് സിമ്പിൾ ചെറിയ പരിപാടി. ചെറിയ പരിപാടി, രണ്ട് ചെറിയ പരിപാടിയുള്ളന്നേ. നിങ്ങൾ എന്തായി പറയുന്നത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മിസ്സേ. മിസ്സേ പഠിച്ചവർക്കേ സിമ്പിൾ ആവത്തുള്ളൂ മിസ്സേ, പഠിക്കാത്തവർക്ക് സിമ്പിൾ ആവില്ല. അതൊരു നല്ല തത്വചിന്തയാണ് കേട്ടോ. എൻ്റെ കൊച്ചിന് ബുദ്ധിയുണ്ട്, അല്ലാണ്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇരുന്ന് പഠിക്കുന്നു പറയണ. പഠിക്കുന്നവർക്കെല്ലാം എളുപ്പമാണ്, പഠിക്കാത്തവർക്കെല്ലാം ടഫാണ്.
എനക്കെല്ലാം ടഫില്ല, എനിക്ക് ഫസ്റ്റ് വണ്ണത്തെ മാത്രമേ ചെറിയ ടഫില്ലു. അത് ഞാൻ എഴുതി. അത് ഞാൻ എഴുതി. ഗുഡ്. മിസ്സേ കഴിഞ്ഞു. Good. Read it. Check your answers. മിസ് ഇക്വേഷൻ എഴുതണം ഫസ്റ്റ് വണ്ണ്. തീർച്ചയായും ആൻസേഴ്സിന്റെ എഴുതണം. ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഇക്വേഷൻ എഴുതണം. ഫിനിഷ് മിസ്. ഓക്കെ. ചെയ്തതിൽ ഏതെങ്കിലും ശരിയുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ആൻസർ എഴുതിയിട്ടില്ലേ? അല്ല മിസ്സേ, ആദ്യം മുതൽ മാച്ച് ദ ഫോളോയിങ് വരെ ക്വസ്റ്റ്യൻ എഴുതില്ല, അതൊന്നും എഴുതിയിട്ടാ. സാരമില്ല. ക്വസ്റ്റ്യൻ എഴുതുന്ന കമ്പൽസറി എന്ന് പറയാൻ കാരണം പിന്നീട് നിങ്ങൾ പഠിക്കുമ്പോൾ അതൊരു എളുപ്പം വരാൻ വേണ്ടിയാണ്. മിസ്സിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, മിസ്സിൻ്റെ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട്. നിങ്ങൾ സാധാരണ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. അതല്ല, നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തിയില്ലേ മക്കളെ? പഠനം എളുപ്പകരമായ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ പോകാനുള്ള ഓരോ മാർഗങ്ങളല്ലേ. ഇനിയിപ്പോൾ 8, 7, 8, 9 വലിയ വലിയ ക്ലാസ്സിലേക്ക് എത്തിയില്ലേ? അപ്പോൾ ഇപ്പോഴേ പഠിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മളെ പഠിക്കും കേട്ടോ. മിസ്സേ, ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കി കിട്ടിയത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിനേക്കാളും കുറെ ഈസിയാ മിസ് ഉണ്ടാക്കിയത്. ഇതിൽ ഈസിയാണ് ഇതല്ലേ? യാ ഗുഡ്. ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ശീലം വന്നേനെ. അങ്ങനെ ആകുമ്പോൾ ഇത് ഈസി ആകും. ഇത് പഠിക്കാത്ത ബുക്ക് കാണാത്ത പിള്ളേരെ സംബന്ധിച്ചുള്ള ഇത് ടഫ് ക്വസ്റ്റ്യൻ അല്ലേ? പഠിക്കാത്ത പിള്ളേരെ സംബന്ധിച്ചുള്ള ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പഠിച്ച കുഞ്ഞുങ്ങളെ സംബന്ധിച്ചത് ഈസിയാണ്. അപ്പം ഞാൻ മിസ് പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി അത് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നുമല്ല. സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ. സബ്മിറ്റ് ചെയ്തിട്ട് നീ പഠിച്ചോ. ഇരുന്ന് വിഷമിക്കണ്ട കേട്ടോ. ഫിനിഷ് ചെയ്തവരെ ആൻസർ ഷീറ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്താൽ വായിക്കാൻ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് പോയിട്ട് കളിച്ചോ. സബ്മിറ്റ് എവിടെ ചെയ്യണ്ടേ? മിസ്സിന്റെ നമ്പറിലോട്ട് വിട്ടേരെ, പേഴ്സണൽ നമ്പറിലേക്ക്. അറിയില്ലേ? പഠിക്കട്ടെ. എന്തോ? അത് കഴിഞ്ഞിട്ട് നമ്മ അതിലേക്ക് അയച്ചിട്ട് നമ്മ പിന്നെയും ക്ലാസ്സിന് കയറണ്ടേ? വേണ്ട. പോയിട്ട് കളിച്ചോ. ഓക്കെ മിസ്, ബൈ. മിസ്സിന്റെ പേഴ്സണൽ നമ്പർ അയച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ മിസ്. Bye miss. See you in the next class. ഓക്കെ. മിസ്സേ, ഞാൻ പോയി ഫോട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. അയച്ചിട്ടുണ്ടേ. ഓക്കെ. ജസ്റ്റ് സോസിന് എത്തിയിട്ടുണ്ട്. ബൈ. See you in the next class. Adira, what about you? ടഫാണോ? ബുക്കുമായിട്ട് അത്രയും ബന്ധമുണ്ട് നമുക്ക്, അതുകൊണ്ടാണ്. കുറച്ച് കുഴപ്പത്തിലാക്കിയ ചോദ്യങ്ങളാ ഈ രണ്ടെണ്ണം. അത് ബാക്കിയെല്ലാ പിള്ളേരും നല്ല ഈസിയാണ്.
ബുക്കുമായിട്ട് ഈസിയാ ബന്ധമുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ പേരും കൂടെ അയക്കണേ. ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ മാത്രമേ മിസ്സിൻ്റെ കയ്യിൽ സേവ് ആയിട്ടുണ്ടാവുള്ളൂ. പേരും കൂടെ ഒന്ന് അയക്കണേ നിങ്ങളുടെ പിന്നെ ആൻസർ ഷീറ്റ് അയക്കുമ്പോൾ. ഓക്കെ. അതിലാണ് മിസ് ലെഫ്റ്റ് ആണെന്ന്. ആ ലെഫ്റ്റ് ആയാലും ചെയ്യണ്ട. ആ ഓക്കെ, എനിക്ക് സംശയം. 817 പേരില്ല. മിസ്സേ ഈ ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ മനസ്സിലാക്കണമെങ്കിൽ എക്സസൈസിലെ 10ഉം 11ഉം നോക്കിയാൽ മതി. ആ മതിനെ, ബുക്കിലുണ്ട്. ബുക്കിലില്ലാത്തൊന്നും മിസ് ഇട്ടില്ല. ആതിര എന്നാ മിസ്സേ? മോളെന്തോ സംസാരിക്കുന്നുണ്ടോ? മിസ്സിനെ കേൾക്കത്തില്ലായിരുന്നു. അതിന് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എന്റെ ചൂണ്ടരങ്ങുന്ന ഞാൻ കണ്ടല്ലോ. ഏ? കമ്പ്യൂട്ടർ കള്ളം പറയുമോ? കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ കള്ളം പറയുമോ? അല്ല, ഞാൻ ഇത് വായിച്ചു നോക്കുക. ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. മക്കളെ ഇപ്പൊ അയക്കുന്ന ഒരു പേരും കൂടെ അയക്കണേ. 616 ശ്രീവിഷ്ണു. ഓക്കെ ഗുഡ്. ഇതാരാണ്? 161 ആണ്. ഹരിനന്ദ്. ആ ഓക്കെ. ആ ഫസ്റ്റ് വണ് ആൻസർ ദി ഫോളോയിങ് ഇല്ല, അതൊന്ന് പിന്നെ വിഷയം പോയി. And a simple pendulum takes 32 seconds to complete 20 oscillations. What is the time period of the pendulum? So we want to find time period. There is an equation to find time period. Very simple equation. Then apply these numbers to that equation and do the process. മിസ്സേ ലീവ് അടിക്കുന്നു മിസ്സേ. Okay, okay, Mane. Good. മിസ് ആരാണ്? ആരാധ്യ വിജീഷ്. ആരാധ്യ മിസ് ഇപ്പോഴാണ് മിസ് നെറ്റ് കിട്ടിയത്, അതുകൊണ്ടാണ്. ഇപ്പോഴാണ് നെറ്റിയിട്ടെങ്കിൽ ഇപ്പോൾ സമയം തീരുമ്പോൾ നമുക്ക് ആ 9 മിനിറ്റൂടെ ബാക്കിയുള്ളൂ. യൂട്യൂബ് ലിങ്കിൽ കയറി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ആൻസർ ക്വസ്റ്റ്യൻ അയച്ചു തരണം. ഇനിയിപ്പോൾ സമയം 9 മിനിറ്റൂടെ നിനക്ക് എഴുതാൻ പറ്റൂല. ഓക്കെ. ആ ഓക്കെ. മിസ് ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ? ആ ഇത്രയേ ഉള്ളൂ. ആൻസർ ദ ഫോളോയിങ് 2 7 + 9 1 + 2. കുഴപ്പമില്ലാതിരാ കിട്ടുന്നില്ല, കുഴപ്പമില്ല. ഒരു 5 പ്രാവശ്യം പൊസിഷൻ എഴുതിയിട്ട് മിസ്സിനെ അയച്ചു തന്നാൽ മതി. ആൻസർ വിഷമിച്ച് തെറ്റുന്നുണ്ട്, ഒരു 5 പ്രാവശ്യം എഴുതിക്കോ, എന്നിട്ട് മിസ്സിനെ അയച്ചു തന്നാൽ മതി തെറ്റിയതിന്. Hi Miss 278. Please write your name also. Delvin, good. 278 Delvin. Papa അല്ലേ? Delvin.
സെക്കൻഡ് ഒന്ന് പറയാവോ? A car moves with a speed of 40 km per hour for 15 minutes and then with a speed of 60 km per hour for the next 15 minutes. Okay? Total distance covered by the car. മിസ് എഴുതി കഴിഞ്ഞു, ലീവ് എടുത്തിട്ട്. അടുത്ത പിന്നെ അല്ലേ പേരും കൂടെ സെൻഡ് ചെയ്യണേ. നമ്പർ മാത്രമേ മിസ്സിൻ്റെ ഉള്ളൂ. ആ ഓക്കെ. മിസ് എഴുതി കഴിഞ്ഞേ, ഫോട്ടോ ഇട്ടേക്കാം. സെൻഡ് ചെയ്ത മോനെ. യുവാന മിസ് കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുക്കുമായിരുന്നു. എന്തോ കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുക്കുമായിരുന്നു അയച്ചേരാ. ഓക്കെ എന്തോ പഠിക്കുന്നേ? ബെറ്റെല്ലാം ചെയ്തോ അതോ എംപോസിഷൻ എഴുതാൻ റെഡി ആയിട്ട് ലീവ് അടിക്കുവാണോ? അല്ല, എങ്ങനെ വന്നാലും എന്തായാലും ലീവ് അടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അതിങ്ങോട്ട് അയച്ചു തന്നിട്ട് ഇപ്പൊ തന്നെ ഇരുന്ന എംപോസിഷൻ എഴുതിയിട്ട് അതും കൂടെ പുറകെ അയച്ചു തന്നു. ഓക്കെ. ഓക്കെ. യുവാനെ ഭയങ്കര ആലോചനയിലാണല്ലോ ഫോട്ടോയൊക്കെ അയച്ചു തന്നിരുന്നത്. അലന്റെ കൂടെ ആരാ കൂടെ വന്നിരിക്കുന്ന? അനിയൻകുട്ടനാണോ? അനിയത്തിയാണോ? മോളൂട്ടി ചേട്ടൻ നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ടോ? കുഴപ്പമാണെങ്കിൽ മിസ്സിനോട് പറയണേ. മിസ്സിന്റെ നമ്പറില്ലേ മോളുടെ കയ്യിൽ, വിളിച്ചു പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഏഞ്ചൽ പെണ്ണ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിസ്സേ. മോള് 2ാം ക്ലാസ്സിൽ പഠിക്കാണോ? ഗുഡ്. അപ്പൊ എന്റെ ദൈവമേ, ഓർമ്മയുണ്ടല്ലേ? മിസ് ലീവ് ചെയ്തോട്ടെ. ഓക്കെ മോനെ. ഓക്കെ ഗുഡ്. ആരാധ്യ എന്തോ വോയിസ് ഇട്ടിട്ടുണ്ടല്ലോ. എന്താ ആരാധ്യ? ഫോട്ടോ എടുത്ത് അയക്കുന്നതിന് ക്ലിയർ ഇല്ല. ക്യാമറ ക്ലിയർ ഇല്ലേ? ഞാൻ ഓരോ ഭാഗം മിസ്സേ ഞാനേ ഇത് ടോട്ടലായിട്ട് എടുക്കുമ്പോ ക്ലിയർ ഇല്ല. ഞാൻ ഇച്ചിരി ആയിട്ട് ഹാഫ് ആയിട്ട് ഫോട്ടോ എടുത്തു തരാം. ഓക്കെ കുഴപ്പമില്ല. പേരുണ്ടായാൽ മതി.
ഓക്കെ മിസ് അയച്ചിട്ടുണ്ട്. ഓക്കെ ബൈ. Who is this R? Who is this R? ഒരു R എന്ന പേരിൽ ഒരാൾ കേട്ടിട്ടുള്ളത് ആരാണ്? മിസ് ദാറ്റ് ഈസ് അഫ്രാസ്. അഫ്രാസ്. ഓക്കെ ഗുഡ്. റസീൻ അഫ്രാസ് ആണ്. Only 1 minute left for us. എന്തോ എക്സാം ഇല്ലാത്ത പിള്ളേരില്ല.